എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി ആയി വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ നെത്തോലി കറിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതേവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച നെത്തോലിയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ 5 പച്ചമുളക്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം, 10 ചെറിയ ഉള്ളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളൻപുളി, 1/2 കപ്പ് ചിരകിയ തേങ്ങ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ഇതുപോലെ ഒന്ന് ഒടിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ലേശം വെള്ളം ചേർത്ത് മിക്സിയിൽ പറ്റി പിടിച്ചിരിക്കുന്നതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് പുളി കുതിർന്നു വരും. പുളിയുടെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ് ഇവ ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. നമ്മൾ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളപ്പിക്കണം. ഈ നേരം കൊണ്ട് തേങ്ങയും ചെറിയുള്ളിയും നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് നോക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി മീൻ ഇട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം മതി. നെത്തോലി ഇട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നെത്തോലി വെന്ത് വരും. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒന്നും കൂടി ഉപ്പ് നോക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് പാത്രം ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്ത് യോജിപ്പിക്കാം. ചെറുതായി ഇളക്കിയാലും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി അടുത്തതായി കുറച്ച് കടുക് താളിച്ചു കൊടുക്കണം. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 3/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. 2 തണ്ട് കറിവേപ്പില, വേണമെങ്കിൽ ഉണക്കമുളക് ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവയൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചൂടോടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ ഈസി ആയി വെക്കാൻ പറ്റുന്ന നെത്തോലി കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. എല്ലാവരും ഈ രീതിയിലൊന്ന് നെത്തോലി കറി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. Thank you for watching.